ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ ആഘോഷങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോഴും നിലച്ചിട്ടില്ല. എന്നാൽ ആവേശം കൊള്ളിക്കുന്ന വിജയമാണെങ്കിലും പാർട്ടിക്ക് വിശ്രമിക്കാനാവില്ല എന്നത് സാധൂകരിക്കുന്നതാണ് 2019 മത്സരഫലത്തിന് ശേഷമുണ്ടായ സംഭവങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും. 20 സീറ്റിൽ 19 വിജയിച്ച ആത്മവിശ്വാസത്തിലായിരുന്ന UDF-ന് പക്ഷേ പിന്നാലെ വന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് ആവർത്തിക്കാൻ സാധിച്ചില്ല. 6 സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. വട്ടിയൂർക്കാവ്, കോന്നി, അരൂർ, പാല, എറണാകുളം, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ. വട്ടിയൂർക്കാവും കോന്നിയും കോൺഗ്രസിൽ നിന്ന് CPM പിടിച്ചെടുത്തപ്പോൾ അരൂർ സീറ്റ് ഷാനിമോൾ ഉസ്മാനിലൂടെ സ്വന്തമാക്കിയാണ് UDF തങ്ങളുടെ കരുത്ത് കാട്ടിയത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മലയാളി വോട്ടർമാർ സമീപിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. തൊട്ടടുത്ത വർഷം 2020 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ചിത്രം കുറച്ചുകൂടി തെളിഞ്ഞു. CPM നയിച്ച ഇടതുമുന്നണി നല്ല വ്യത്യാസത്തിൽ ഒട്ടുമിക്ക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പിടിച്ചെടുത്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കിട്ടിയത് 25.97% വോട്ടുകളാണ്. ഇടതുമുന്നണിക്ക് 36.29%, 37.46% വോട്ട് നേടിയ കോൺഗ്രസ് നയിച്ച ഐക്യജനാധിപത്യ മുന്നണി നേടിയത് 47.48% വോട്ടായിരുന്നു. അതായത് ഇരു മുന്നണികളും തമ്മിൽ 10%-ലേറെ വോട്ടുകളുടെ അന്തരമുണ്ടായി. പക്ഷേ തൊട്ടടുത്ത വർഷം നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വോട്ടിംഗ് ശതമാനം 40.18%, ഏതാണ്ട് 14% വർധനവ്. CPM-ന്റെ വോട്ട് വിഹിതം 1%-ഓളം വർദ്ധിച്ച് 26.71%. ഐക്യജനാധിപത്യ മുന്നണിയുടേത് 37.92%, കോൺഗ്രസിന്റേത് 25.29% കുറയുകയായിരുന്നു. അതേസമയം NDA-യുടെ വോട്ടിൽ നേരിയ കുറവേ ഉണ്ടായുള്ളൂ. 15.64%-ൽ നിന്നും 15.02% കുറയുകയായിരുന്നു. വോട്ട് ശതമാനത്തിലെ വർധനവ് പ്രാദേശിക സമിതികളുടെ ഭരണത്തിലും പ്രതിഫലിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുമുന്നണി നേടിയത് UDF നേടിയതിന്റെ ഏതാണ്ട് ഇരട്ടിയാണ്, 514. 6-ൽ 5 കോർപ്പറേഷനുകളും 14-ൽ 11 ജില്ലാ പഞ്ചായത്തുകളും സ്വന്തമാക്കിയ ഇടതു പാർട്ടികൾ 108 ബ്ലോക്കുകളും 43 മുനിസിപ്പാലിറ്റികളും പിടിച്ചു. അതേസമയം LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇക്കുറി ഇടതുമുന്നണിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവുമെന്ന് ഉറപ്പ് പറയാനാവില്ല. അന്ന് പഞ്ചായത്ത് തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും കോവിഡ് കാലത്ത് ഭക്ഷ്യക്കിറ്റ് വിതരണവും മറ്റു ക്ഷേമ പ്രവർത്തനങ്ങളും നന്നായി നടന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വളരെ സ്വീകാര്യത ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഗതി അത്ര പന്തിയല്ല എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ നിഴലിൽ മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ, പകുതി വഴിയിലായ ഇനിയും തീർപ്പാക്കാനാവാതെ കിടക്കുന്ന നിരവധി പദ്ധതികൾ, ആകെ അലയടിച്ച ഭരണവിരുദ്ധ വികാരം, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, CPM-ഉം CPI-യും തമ്മിലുള്ള ഭിന്നിപ്പ് തുടങ്ങിയ ഘടകങ്ങൾക്കൊക്കെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനമുയരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിച്ചു എന്നുള്ള കാര്യം പ്രസക്തമാണ്. കേരളം കാത്തിരിക്കുന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളാണ് ഇനി വരാനായി പോകുന്നത്, ചേലക്കരയിലും പാലക്കാടും. K. രാധാകൃഷ്ണനും ഷാഫി പറമ്പിലും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്നാണ് ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒഴിവ് വന്നത്. ഇതിൽ പാലക്കാട് കഴിഞ്ഞ തവണ NDA ആയിരുന്നു രണ്ടാമതെത്തിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞതിനെ തുടർന്നുണ്ടായ ഒഴിവിൽ പ്രിയങ്കയാണ് മത്സരിക്കുന്നത്. അവരുടെ സാന്നിധ്യം നൽകുന്ന അധികമായ ഊർജവും തങ്ങളെ തുണയ്ക്കുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു. പാലക്കാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ചേലക്കരയിൽ മുൻ MP രമ്യ ഹരിദാസിനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കണമെന്നുള്ള വാർത്തകളാണ് നിരന്തരമായി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഷാഫി പറമ്പിലിന്റെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു യുവനേതാവ് തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഗുണകരമായേക്കുമെന്നാണ് സൂചന. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിനെ CPM പരിഗണിച്ചേക്കുമെന്നുള്ള ശക്തമായ അഭ്യൂഹമാണ് ഏറ്റവും അവസാനമായി ഉയർന്നു വന്നത്. നിലവിൽ മുൻ MP NN കൃഷ്ണദാസ് മുതൽ CPM യുവനേതാവായ നിതിൻ കണിച്ചേരിയുടെ പേരുകൾ വരെ CPM-ൽ ഉയരുന്നുണ്ട്. എന്നാൽ നികേഷിനെ മത്സരിപ്പിക്കുന്നത് പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നാണ് ചർച്ച. BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. CPM ഇവിടെ 3ാമതാണ്. BJP വിജയിക്കാതിരിക്കാൻ CPM വോട്ടുകളടക്കം കോൺഗ്രസിലേക്ക് ഒഴുകാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് ഇത്തരത്തിൽ CPM വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു. ഇത്തവണ കരുത്തനായ നേതാവിനെ CPM പരിഗണിക്കുന്നത് BJP-യുടെ വിജയത്തിന് തന്നെ ഇത് കാരണമാകുമെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ എന്നും കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ബാധ്യത CPM-ന് പാലക്കാട് ഇല്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം ആരെയൊക്കെ മത്സരിപ്പിച്ചാലും ഇത്തവണയും മണ്ഡലം നിലനിർത്തുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ലോക്സഭാ കണക്കുകളാണ് പാർട്ടിയുടെ ആത്മവിശ്വാസവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 9707 വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF-ന് ഉണ്ടായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3ഇടത്തും മത്സരം പൊടിപാറുമെന്നത് തീർച്ചയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും മുൻപെന്ന പോലെ ചരിത്രം ആവർത്തിച്ചില്ല എങ്കിൽ അത് CPM-ന്റെ നിലനിൽപ്പിനെ ഭാവിയെ നിശ്ചയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.